ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? എല്ലാവർക്കും ഒരു ക്ഷീണം. അവരൊന്നും കഴിച്ചില്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. എന്താ പിള്ളേരെ, നമുക്കിതൊക്കെ തീർക്കണ്ടേ? ശരി. ക്ലാസ്സിൽ ആരൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. അരുണാണോ നന്നായിട്ട് പാട്ട് പാടുന്നത്? എന്താ ഒരു പാട്ട്. അപ്പോൾ എല്ലാവരും അരുൺ നമുക്ക് കാണാൻ. അപ്പോൾ അരുൺ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. അപ്പോൾ അടുത്ത പാട്ട് പാടാൻ റെഡി ആയിട്ടിരുന്നു. പാട്ട് ഡാൻസ് എന്ത് വേണ്ട സ്വീകരിക്കും. മാളവികയെന്ന് നിന്ന് നിങ്ങളെക്കുറിച്ച് റൂമർ കേട്ടല്ലോ, സത്യമാണോ? നിങ്ങളുടെ ഇഷ്ടത്തിലാണോ? ഇപ്പം എന്നോട് പറഞ്ഞു ഇനി മേലിൽ സ്കൂൾ ടൈമിൽ ഇതുപോലെ പ്രേമിച്ച് നടക്കുന്ന എൻ്റെ കണ്ണിൽ പെട്ടാല രണ്ടുപേരുടെ വീട്ടിൽ ഞാൻ വിളിച്ച് പറയും. പ്രേമം തെറ്റാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എപ്പോഴും അതിൻ്റെ പിന്നാലെ നടക്കുന്ന അത്ര നല്ല കാര്യമല്ല കേട്ടല്ലോ. എൻ്റെ പേരും കൂടെ പോകുന്നത്. നിങ്ങളുടെ വിചാരം നിങ്ങൾ ആരും നോക്കുന്നില്ലെന്നാണോ? പ്രേമിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷേ സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ഓക്കെ, നമുക്ക് പേപ്പർ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ വിളിക്കുന്നവർ ഇങ്ങോട്ട് വരിക, ബാക്കിയുള്ളവർ സൈലൻ്റ് ആയിട്ടിരിക്കുക കേട്ടല്ലോ. ഓക്കെ, ആദർശ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എനിക്ക് പേപ്പർ കിട്ടിയപ്പോൾ സത്യമാണ് നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇതൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് മതി, കണ്ടില്ലേ? നമ്മൾ ഒരു ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഇത്രയും മാർക്ക് കിട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ശരിക്കും ഇരുന്ന് ആലോചിച്ച് പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് ആദർശിന് ഞാനൊരു 15 മാർക്ക് ഇട്ടിട്ടുണ്ട് 20-ൽ. കാരണം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പോയിൻസൊക്കെ അതുപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യും, ഇതുപോലെ തന്നെ കൊണ്ടുപോകണം കേട്ടല്ലോ, കുഴപ്പരുത്. അടുത്ത പ്രാവശ്യം കുറഞ്ഞാലോ. എന്ത് പറ്റി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? വീട്ടിൽ പോകുന്നില്ലേ? കുട എടുത്തില്ലല്ലേ ഇന്നും? ബാ, ഞാൻ കൊണ്ടാക്കാം. എന്നത് ശീലമാക്കണ്ട കേട്ടോ. നീയും ഒന്നും എടുത്തില്ലേ രാഹുലെ? രണ്ടുപേരും കൊള്ളാം, ബാ ഞാൻ കൊണ്ടാക്കാം.